ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ ആ ഒരു കാർഡ്സ് ഒക്കെ ഷഫിൾ ചെയ്യുന്ന പാർട്ടെല്ലാം കണ്ട ഒരു ലൈവായിട്ടുള്ള റീഡിംഗ് തന്നെയാണോ വേണ്ടത്, അല്ലെങ്കിൽ നോർമലി നമ്മളിപ്പോൾ 3-4 മാസമായിട്ട് ഫോളോ ചെയ്യുന്ന പോലെയുള്ള റീഡിംഗ് മതിയോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് പേർക്ക് ലൈവ് റീഡിങ്ങിനോടാണ് താല്പര്യം, കുറച്ച് പേർക്ക് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ രണ്ട് കൂട്ടരെയും നിരാശപ്പെടുത്തുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മിക്സപ്പ് ചെയ്ത് ചെയ്യാം. സോ ഇന്നിപ്പോൾ നമ്മൾ നിങ്ങളുടെ ഒരു മെജോറിറ്റിയുടെ ഒരു ആവശ്യം പോലെ ഒരു ലൈവായിട്ട് തന്നെയുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, അവരുടെ മുന്നോട്ടുള്ള ലൈഫിലും അവർ നിങ്ങളെ കൂടെ കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അവരുടെ ഒരു മാനസികാവസ്ഥയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഡെക്സ് ഉണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെ കുറിച്ച് തിങ്ക് ചെയ്യുക, ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു റൊമാൻസ് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്താണ് എന്നുള്ളത് അറിയാം. ഓക്കെ, ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് എന്നുള്ള കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, എൻഗേജ്മെന്റ് എന്നുള്ള കാർഡാണ്. ഇതിൽ നിന്ന് നമുക്ക് 3 കാർഡ്സ് മാത്രം മതി. നമുക്ക് നെക്സ്റ്റ് ഡെക്കിലേക്ക് പോവാം. ഈ ഒരു ഷഫ്ലിംഗ് പാർട്ട് കാണാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. Okay, going with the flow, success, inner voice, control. നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്നും ആ ഒരു കൺട്രോളിന്റെ കാർഡ് വന്നിട്ടുണ്ട്. അഡ്വെഞ്ചർ, the miser, politics, thunderbolt, the fool, suppression, and the last one, conditioning. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ആ 3 കാർഡ്സും എന്താണ് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഓൾറെഡി ആ ഒരു ഷഫ്ലിങ്ങിൽ ഞാൻ ഏകദേശം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിൽ കൂടി നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് പറഞ്ഞു തരുന്നത് എന്നുള്ളത് അറിയാം. അപ്പോൾ ആ ഒരു ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളൊരു കാർഡാണ്. അത് പറയുന്നത്, ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ടിന്യൂറ്റി പോലെയാണ് സെക്കൻഡും തേർഡും ഒക്കെ എനിക്ക് തോന്നിയത്. സോ നമുക്ക് ആ ഒരു സെക്കൻഡ് കാർഡ് നോക്കാം. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് എന്നുള്ളൊരു കാർഡാണത്. അതായത് അലൗ ദിസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി എന്നാണ് അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ്. ആൻഡ് ഫൈനൽ തേർഡ് കാർഡ് എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റ് കാർഡാണ്. യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള
ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് തരുന്ന കാർഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കാം, നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച കാര്യമായിരിക്കാം. അപ്പോൾ അത്രയേറെ നിങ്ങളത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, സ്റ്റിൽ നിങ്ങളത് ഓർത്ത് വേദനിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് ടെൻഷനോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ പെയിനോ ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ആ ഒരു കാര്യം റിലീസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമുക്കിവിടെ ആ ഒരു ഫസ്റ്റ് കാർഡ് മീൻ ചെയ്യുന്നത്. അതായത് നമ്മൾ തന്നെ ഒരു ഹീലിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് പോവുക. എപ്പോഴും നമ്മളുടെ മനസ്സ് സുഖപ്പെടുക, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ വരുന്ന മുറിവാണെന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി ഹീലായി വരുമ്പോഴാണ് അതിൻ്റെ ഒരു പാട് അവിടെ അവശേഷിച്ച് കഴിഞ്ഞാൽ പോലും നമ്മളുടെ ആ ഒരു പെയിൻ അതിൽ നിന്ന് മാറിപ്പോവുക. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു ഹീലിംഗ് വേണം എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പാസ്റ്റിലുള്ള നമ്മളുടെ മുറിവുകളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ നമ്മളുടെ ഒരു പ്രസൻറ്റിൽ നമുക്ക് കിട്ടുന്ന പല ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല നിമിഷങ്ങളായിക്കോട്ടെ, ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളെപ്പോഴും എന്ത് കിട്ടിയാലും ആ ഒരു മുറിവിലേക്ക് പോകും, അല്ലെങ്കിൽ ആ ഒരു പെയിനിലേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ്. സോ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എത്ര വലുതാണ് അല്ലെങ്കിൽ എത്ര നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതാണെങ്കിലും അത് ഹീലാവാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഒരു ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് എന്നുള്ളൊരു കാർഡാണ്. അതായത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പല തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹീൽ ചെയ്യാതെ കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരു പിടിവാശി കൊണ്ട് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാറില്ല, അല്ലെങ്കിൽ നമ്മളുടെ നിയന്ത്രണത്തിലാണ് എന്ന് കരുതിയിട്ട് നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കും, നമ്മളായിട്ട് ബലം പിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അനാവശ്യമായിട്ട് നമ്മളായിട്ട് ബലം പിടിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കൺട്രോൾ ഇഷ്യൂസ് ലെറ്റ് ഗോ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് വഴികളുണ്ട് അതിനകത്ത്. അതിൽ പ്രധാനമായിട്ടുള്ളതും നമുക്ക് വരുന്ന ആ ഒരു കാര്യങ്ങൾ അക്സെപ്റ്റ് ദ തിങ്സ് എന്നാണ്. അതായത് നമ്മളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് അത്രയും ഇത് വന്നു, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഡിവൈനെ കുറ്റപ്പെടുത്തി, അതിന് പകരമായിട്ട് നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിന് താങ്ക്ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള സാഹചര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്തൊക്കെ ഒരു നിയന്ത്രണം നമ്മളായിട്ട് തന്നെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണത്തിലല്ല ഒന്നും നടക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്യട്ടെ എന്താണ് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ളത്, നമ്മളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതാണ് ആ ഒരു കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് ആ ഒരു എൻഗേജ്മെൻറ്റ് കാർഡാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ലവ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടുത്തൊരു ലെവലിലേക്ക് പോകുന്നു, ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിലുള്ളപ്പോൾ പലർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് കിട്ടാറില്ല, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടും അത് പാലിക്കപ്പെടാത്ത വ്യക്തികളുണ്ട്. കമ്മിറ്റ്മെൻറ്റ് പാകൊണ്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അവർക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് പോകുന്നു എന്നുള്ള ആ ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ ഇത് മൂന്നും ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ, അത് നോ കോൺടാക്റ്റോ ലെസ് കോൺടാക്റ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്താണ് പ്രോബ്ലം എങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അത് ഒരുപാട് നമ്മുടെ മനസ്സിൽ തന്നെ കൊണ്ട് നടന്ന് ഇങ്ങനെ മനസ്സ് നീറി ഉമിത്തി പോലെ നമ്മളായിട്ട് തന്നെ സ്വയം എരിഞ്ഞടങ്ങാതെ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഈ ഒരു യൂണിവേഴ്സൽ പ്രോസസ്സിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി നമ്മൾ വഴി മാറി കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ച ആ ഒരു ഡിവൈൻ അത് തന്നെ തീരുമാനിച്ചോളും എന്ന് പറഞ്ഞ് നമ്മൾ വഴിമാറി കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ച കാര്യം അപ്പോൾ യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിച്ചു തരും എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു യൂണിവേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ള കാർഡ്സിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം സക്സസ്ഫുള്ളായിട്ട് പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. രണ്ടുപേരുടെയും സഹകരണത്തോടു കൂടി സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അതായത് നമ്മൾ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയുന്നത് പോലെ രണ്ടുപേരും ഒരുപാട് താല്പര്യത്തോടു കൂടി അത്രയും ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലവ് കെയർ ഇതെല്ലാം ഇതിനകത്ത് ഇൻപുട്ടായിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എടുക്കുമ്പോൾ അവിടെയും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റീഡിംഗ് അല്ല. തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് ഒരുപാട് സ്നേഹത്തോടെ സഹകരണത്തോടെ പോയിട്ടുള്ള വ്യക്തികളുടെ ഒരു
റീഡിംഗ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അപ്പോൾ മാത്രമല്ല ഇപ്പോഴും സ്റ്റിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു ലൈഫിനകത്ത് മറ്റാരോടും നിങ്ങൾക്ക് തോന്നാത്തൊരു സ്നേഹം, അത് ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും അടുത്ത നിങ്ങളുടെ ഒരു പാരൻസിനോട് പോലും ഇല്ലാത്തൊരു സ്നേഹവും താല്പര്യവുമായിരിക്കാം ഈ ഒരു പേഴ്സണോട്. കാരണം അവർക്ക് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ മറ്റാരും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അത്രയും ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം പൊസസീവാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ ഓവർ പൊസസീവായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പേഴ്സൺ അത്രയും ഒരു വാല്യൂ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം, ആരെക്കാളും കൂടുതൽ ഇഷ്ടം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം അത്രയധികം പൊസസീവാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ. മേ ബി നിങ്ങൾ എത്രത്തോളം സ്നേഹം ആ ഒരു പേഴ്സണ് കൊടുക്കുന്നുണ്ടോ അത്രയും തന്നെ അവർ നിങ്ങൾക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടണം എന്നുള്ളൊരു വാശി ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവാം. കാരണം നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്, നമുക്കത് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. പല ത്യാഗങ്ങളും ഈ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പല ഹെൽപ്പുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളും വേണമെങ്കിലും നിങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം, ഫിനാൻഷ്യലി സഹായിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടി ജീവിച്ചത് കൊണ്ട് തന്നെ അവരും അത്രയേറെ നിങ്ങളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു കെയർ ആൻഡ് ലവ് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതായിരിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തമ്മിൽ വഴിമാറിപ്പോയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി മറ്റാരോടെങ്കിലും കൂടുതൽ സ്നേഹം കാണിക്കുകയോ, അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു വ്യക്തി, ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുണ്ടെങ്കിൽ അവരിലേക്ക് കൂടുതൽ ചായ്വ് ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊരു ഭയവും ടെൻഷനും ഒക്കെ ആയിരിക്കാം. കാരണം നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, ഈ ഒരു പേഴ്സണെ ഒരാൾക്കും പങ്കുവെച്ച് കൊടുക്കാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ അല്ലെങ്കിൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു മൈൻഡൊക്കെ ചിലപ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇവർ നിങ്ങളോട് ഒരുപാട്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സ്നേഹത്തോടു കൂടി ജീവിച്ചൊരു സമയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്ലറിഷായിട്ട് നിന്നൊരു ടൈം ഉണ്ടെങ്കിൽ കൂടിയും ചില ആളുകളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരുടെ മനസ്സിനുള്ളിൽ എന്താണ് എന്നൊക്കെ ഒന്ന് ക്ലിയർ പിക്ചർ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ചിലവർ നമുക്ക് ഓപ്പണായിട്ട് വളരെ ഫ്രീ ആയിട്ട് നമ്മളൊരു ഗ്ലാസ്സിലൂടെ നോക്കുന്നത് പോലെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തികളുമുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ കുറച്ച് എന്താ പറയുന്നത്, ഇവർ നമുക്ക് ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇവരുടെ മൈൻഡിനകത്ത് ഇവരെന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്ലാൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും പിടികിട്ടില്ല. അത്രത്തോളം നിഗൂഢമായിട്ട്, അല്ലെങ്കിൽ അത്രയും ഒരു എന്താ പറയുന്നത് മിസ്റ്റീരിയസ് മൈൻഡുള്ള വ്യക്തികൾ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ എന്ന് പറയുന്നത് പോലെ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യാതൊരു അറിവും തരാതെ, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് കാര്യമായിട്ട് നടക്കുന്നത്, എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നതിന് മുൻപ് പോയിട്ടുള്ള വ്യക്തികളാവാനാണ് നമുക്കിവിടെ കൂടുതൽ സാധ്യത കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോഴും ഇതിൻ്റെ പിന്നിലുള്ള പല കാര്യങ്ങളും അറിയില്ല, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും ചിലവർ പറഞ്ഞിട്ട് പോകും, താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, അല്ലെങ്കിൽ ഇന്ന സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള യാതൊരു എക്സ്പ്ലനേഷനും കിട്ടിയിട്ടില്ല. ഈ ഒരു പേഴ്സൺ സഡനായിട്ട് നിങ്ങളിൽ നിന്ന് പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു തകർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചോദ്യം പറച്ചിലെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കൂടുതലായിട്ടൊന്നും ഈ ഒരു വ്യക്തിയിൽ നിന്ന് അറിയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും തോന്നുന്നത് ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തിട്ട് പോയി എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രയും സ്നേഹത്തിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടെത്തിക്കുക, രണ്ടുപേരും തമ്മിൽ അത്രയും ഒരു അണ്ടർസ്റ്റാൻഡിങ് കെയറിങ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക, പെട്ടെന്നൊരു ദിവസം വലിയൊരു ചോദ്യവും പറച്ചിലൊന്നും ഇല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു സൂചനയും, മുൻകൂട്ടിയുള്ള യാതൊരു സൂചനയും തരാതെ പെട്ടെന്ന് ട്രാക്ക് മാറി പോകുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു രീതിയിലാണ് ഇവർ പോയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയധികം ഒരു ഹാർട്ട് പെയിൻ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അവർ അകന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരു സിറ്റുവേഷനിലേക്കായിരിക്കാം പോയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ കുറച്ചധികം പൊസസീവായിട്ടുള്ള വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചു. അവരെ ഒരു രീതിയിലും മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നത് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല.
അപ്പോൾ അത്രയും ഇതുള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇവർ നിങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇവർക്ക് പറയാനായിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവർ നിങ്ങളോട് മനഃപൂർവ്വം ഷെയർ ചെയ്യാതെ മറച്ചു വെച്ചിരുന്നതായിരിക്കാം നേരത്തെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അറിയാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇവർക്ക് കുറച്ചൊരു സമയം കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാമായിരുന്നു. അവർക്ക് ഇങ്ങനെ പറയാതെ പോവേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഓവർ പൊസസീവ്നെസ് കാരണമോ, അല്ലെങ്കിൽ ഇവർ മറ്റേതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ചോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചോ, ചിലപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പുള്ള ആൾക്കാരായിരിക്കാം, ഫ്രണ്ട്സിനെ കുറിച്ചായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കാം. പെട്ടെന്ന് അതിനെ തുടർന്ന് ഒരു വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരത് ഓപ്പൺ ആയിട്ട് പറയാതിരുന്നത്. കാരണം അനാവശ്യമായിട്ടുള്ള വഴക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള കാര്യം അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വളരെ റൂഡ് ആറ്റിറ്റ്യൂഡിലായിരിക്കും തിരിച്ച് പ്രതികരിക്കുക എന്നുള്ളൊരു ഭയം കൊണ്ടാവാം. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവർക്കുള്ളത് കൊണ്ടാണ് ഇവരത് ഓപ്പൺ ആയിട്ട് പറയാതിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പേസ് അവർക്ക് അതിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു സമയം കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകില്ല എന്ന് ആ ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ മാറി നിന്നതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയതിൻ്റെ ഒരു റീസൺ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഇതുപോലെയുള്ള ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ തമ്മിൽ പൂർണ്ണമായിട്ടും അകന്നു പോകുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് ആ വ്യക്തി തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സൻ്റെയോ എനർജിയോ സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മറ്റാരുടെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഇത്തരത്തിലുള്ളതാണോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരുപാട് സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു പൊസസീവ്നെസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ അകാരണമായിട്ട് വഴക്കിടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ മറ്റാരെങ്കിലും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെയുള്ളൊരു സംഭാഷണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളത് വേഗം സ്റ്റോപ്പ് ചെയ്യിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് മാത്രം സ്നേഹം മതി. ആ ഒരു മറ്റൊരു ആൾക്കും ആ ഒരു വ്യക്തിയെ വിട്ടുകൊടുക്കാത്ത പോലെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത്? ഇപ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റീസണോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് അറിയില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജീസ്, ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പേഴ്സൺസിൻ്റെയാണ്. ഇപ്പോൾ പല കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഈ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയാത്തതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അവരോടുള്ള ഒരു ഓവർ പൊസസീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടാണോ എന്ന് നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയാം. നിങ്ങൾക്കും കൂടി ഈ ഒരു നോ കോണ്ടാക്ട് പീരീഡിൽ ഒരു പങ്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തും കുറച്ച് തെറ്റുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയാം. ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ള വ്യക്തികൾ കേട്ടോ. ഇപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട്. അവരെന്താണോ അവരുടെ റിയൽ ഫേസ്, അതവർക്ക് സമൂഹത്തിൻ്റെ മുൻപിലോ, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർ ആരാണോ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അവരോടൊന്നും ഷെയർ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയായിരിക്കും. പല കാര്യങ്ങളും ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ വിഷമമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ സന്തോഷമായിട്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പി ആണെന്നുള്ള രീതിയിൽ പ്രറ്റൻഡ് ചെയ്യേണ്ടുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. നമുക്ക് ഒരു കരച്ചിൽ വന്നു കഴിഞ്ഞാൽ കരയണം, അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചിരിക്കണം എന്നുള്ളതിന് പകരം നമ്മളുടെ യഥാർത്ഥ ഫീലിങ്സ്, ട്രൂ ഫീലിങ്സ് നമ്മളുടെ മനസ്സിനകത്ത് മറച്ചു വെച്ചിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ടഫ് സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ അവർ ആരോടൊപ്പമാണ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ പോയിട്ടുള്ളത് ഏത് സിറ്റുവേഷനിലേക്കാണോ, ആരുടെ കൂടെയാണോ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഒരിക്കലും ഒരു തൃപ്തികരമായിട്ടുള്ള ഒന്നല്ല. അത് മാത്രമല്ല, അവരവിടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ താങ്ങാവുന്നതിലധികം ഒരു മെൻ്റൽ പെയിൻ ആയിക്കോട്ടെ ആ ഒരു പേഴ്സൺ അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ അടുത്തും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കണ്ണിൽ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്ത പോലെയുള്ളൊരു പ്രതീതിയാണ്. അവർ എക്സാക്റ്റ് കാര്യങ്ങൾ പറഞ്ഞില്ല, അങ്ങനെ പോയി. പക്ഷേ അവരത് പറയാത്തതിൻ്റെ ഒരു റീസൺ എന്ന് അവർ തന്നെ വിചാരിക്കുന്നത് അവർക്ക് കുറച്ച് സ്പേസ് കൊടുത്തില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി അവരെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ഓപ്പണായിട്ട് പലതും പറഞ്ഞേനെ, ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ വരില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹൈഡിങ് വരില്ലായിരുന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളതിനെ അനുവദിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഏതെങ്കിലും തരത്തിലുള്ള ദേഷ്യമോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അവർക്കറിയില്ല. അല്ലെങ്കിൽ അവർ ചതിച്ചു പോയ വ്യക്തികളായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളിനി അവരെ വീണ്ടും കൂടെ കൂട്ടാൻ തയ്യാറായില്ലെങ്കിലോ എന്ന് അവർ ഭയക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആര് തടസ്സപ്പെടുത്തി കഴിഞ്ഞാലും വീണ്ടും വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് കുറേ നാളുകളായിട്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ ഫാമിലിയുടെ കൂടെയാണ് ഒരു പേഴ്സൺ പോയിട്ടുള്ളത്, ചിലപ്പോൾ അവരുടെ പേരൻസിനായിരിക്കും നിങ്ങളെ ഇഷ്ടമില്ലാത്തത്, അപ്പോൾ അവർക്ക് വേണ്ടി മാറിപ്പോയതായിരിക്കാം, അവരുടെ ഒരു സ്ട്രെസ്സ് കൊണ്ടായിരിക്കാം, അവരുടെ നിർബന്ധം കൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അതൊന്നും നോക്കുന്നില്ല, വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് അവർ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരവരുടെ ആ ഒരു റിയൽ ഫോഴ്സ് എടുക്കാനായിട്ടാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസിൽ വന്നതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ, അതായത് ഒരു നല്ല കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിവാഹമൊക്കെ പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലായിരുന്നൊരു സമയത്ത് തന്നെ ഫ്യൂച്ചറിൽ വിവാഹം കഴിക്കണം, അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ച വ്യക്തികളൊക്കെ ആയിരിക്കാം. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ മുടങ്ങിപ്പോയിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്ന, മാരേജ് എങ്കിൽ മാരേജ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണോ അത് തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് ഒരു കോൺടാക്റ്റ് അല്ല. നമുക്കിവിടെ ഈ ഒരു കാർഡിനകത്ത് വന്നതുപോലെ ഒരു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് തന്നെ ആഗ്രഹിച്ചാണ് ആ ഒരു പേഴ്സൺ വരാനായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇവിടെ പലരും ആ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്ന് പോയിട്ടുണ്ടാവുന്നത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. എല്ലാവരുടെ റീസൺസ് ഒന്നാവണം എന്നില്ല. ചിലരുടേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരൻസ് ആയിരിക്കും അതിൻ്റെ അടുത്ത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചിലവരുടെ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന വ്യക്തിയോ, അല്ലെങ്കിൽ അവരുടെ ഒരു പഴയ എക്സോ, അങ്ങനെയുള്ള ആരും ആവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലിരിക്കെ തന്നെ വേറെ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് പോയിട്ട് അതിൽ നിന്ന് തിരിച്ചൂരി പോരാൻ പറ്റാത്ത രീതിയിൽ ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളോട് അതൊക്കെ തുറന്ന് പറയാനായിട്ടും അവർ ഭയപ്പെട്ടത് കൊണ്ടായിരിക്കാം. അപ്പോൾ പല റീസൺസ് ഉണ്ടാവാം ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കറൻ്റ്ലി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഒരു സേഫ് സോൺ, കംഫർട്ട് സോൺ എന്നൊക്കെ ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എങ്കിൽ കൂടി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. പൈസിസ് സോഡിയക് സൈൻ, ലെറ്റർ പി, ലെറ്റർ സി, കാപ്രിക്കോൺ സോഡിയക് സൈൻ, ലെറ്റർ ടി, ടി ആണ് കേട്ടോ, നമ്പർ 17, മാർച്ച് മന്ത്, സെജിറ്റേറിയസ്, ലെറ്റർ കെ, ലെറ്റർ ആർ, നമ്പർ 9, ലെറ്റർ ജെ, number 4, number 11, number 15, കൊല്ലം, മലപ്പുറം, ചിത്തിര, വിശാഖം, ലെറ്റർ ബി, ലെറ്റർ എസ്, ഏരീസ്, പൂരുട്ടാതി ആൻഡ് നമ്പർ 23. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. മനസ്സിനകത്ത് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ആ ഒരു ലൈഫിനകത്ത് എന്തുണ്ടായി, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി, അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഇനി അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളൊപ്പം തന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലാണ്. അതൊരു നെക്സ്റ്റ് കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.